ശബരിമലയിൽ രണ്ട് മുൻ പ്രസിഡന്റുമാരടക്കം സ്വർണ്ണപ്പള്ളിക്കടത്തിൽ ജയിലിലായതോടെ ഭക്തർക്കിപ്പോൾ കാര്യങ്ങൾ ഈ സീസണിൽ സുഗമമായിരിക്കുന്നു. അനിഷ്ട സംഭവങ്ങളോ കുത്തിത്തിരിപ്പുകളോ ഉണ്ടാക്കാൻ അധികമാരും ഇപ്പോൾ സന്നിധാനത്ത് ധൈര്യവും കാട്ടുന്നില്ല. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഭക്തർക്ക് മുന്നിൽ പത്തി താഴ്ത്തിയാണ് ഇപ്പോൾ പ്രവർത്തനം. ഇതോടെ സീസണിലെ ദൈനംദിന പൂജാതി ചടങ്ങുകൾ, ദർശന സൗകര്യം മുതൽ അരവണ വിതരണം വരെ വളരെ കൃത്യമായി ഇപ്പോൾ നടന്നു പോകുന്നുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെയും കൊണ്ടുപോകാമെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ഭക്തരുടെ എണ്ണത്തിൽ ഇത്തവണ കൃത്യമായ വർധനവുണ്ട്. ആദ്യ 15 ദിവസം തന്നെ വരുമാനം കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ കണക്കുകളും പുറത്തു വന്നിരുന്നു. ഇത്തവണത്തെ പ്രത്യേകത വാരാന്ത്യ ദിവസങ്ങളിൽ സന്നിധാനത്തെ തിരക്ക് കുറയുന്നു എന്നതാണ്. എന്നാൽ പ്രവൃത്തി ദിവസങ്ങളിൽ വലിയ തോതിൽ ഭക്തർ എത്തുകയും ചെയ്യുന്നു. ഭക്തർക്കിപ്പോൾ ശബരിമലയിൽ ദർശനത്തിനെത്താൻ ഏറെ വിശ്വാസമാണ്, പ്രതീക്ഷയാണ്. തടസ്സങ്ങളൊന്നും തങ്ങളെ ബാധിക്കില്ലെന്നൊരു പ്രതീക്ഷയും അവർക്കുണ്ട്. ഡിസംബർ അവസാന വാരത്തോടെ സന്നിധാനത്തെ തിരക്ക് കൂടുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. ദർശനം സുഗമമാക്കാൻ എല്ലാവിധ ക്രമീകരണങ്ങളും വിവിധ ഏജൻസികളടക്കം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഭക്തരുടെ എണ്ണത്തിൽ മുൻവർഷത്തേക്കാൾ വർധനവുണ്ടായെങ്കിലും കൃത്യമായ ക്രമീകരണങ്ങളിലൂടെ എല്ലാവർക്കും സുഗമമായ ദർശനം സാധ്യമാക്കാൻ കഴിയുമെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായ ADGP S. ശ്രീജിത്ത്. കഴിഞ്ഞ കൊല്ലത്തെ മിഞ്ഞാന്നത്തെ കണക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് 4 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഈ കാലയളവിൽ വന്നു കഴിഞ്ഞു. 21 ലക്ഷം ആൾക്കാർ വന്ന സ്ഥലത്ത് ഇപ്പോൾ ഏകദേശം 25 ലക്ഷത്തോളം ആൾക്കാരാണ് മിനിഞ്ഞാന്നത്തെ കണക്കനുസരിച്ച് വന്നു പോയിട്ടുള്ളത്. അപ്പോൾ ആൾക്കാർ വരുന്നത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഈ ക്രിസ്മസിൻ്റെ സമയത്ത് ഞാൻ നല്ല തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള സേനാവിന്യാസം നടത്തി കഴിഞ്ഞു. ഇത്രയും ആൾക്കാർ കാക്ഷിക്കുന്ന ദർശനമാണ് നിങ്ങൾ നേടാൻ വരുന്നത്. അപ്പോൾ അതിന് കുറച്ച് കാത്തു നിൽക്കാൻ തയ്യാറായിട്ട് വരണം. ക്രമം വിട്ട് വന്നാൽ എന്ന് പറഞ്ഞാൽ വെർച്വൽ ക്യൂ പാസ് ഇല്ലാതെ വരുന്നതിനാണ് ഞാൻ ക്രമം വിട്ടെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് സർക്കാർ ഉദ്യോഗസ്ഥർ പറയുന്ന എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് ദർശനം സാധ്യമാകുന്നുള്ളവർ തിരിച്ചറിയണം. പിന്നെ 5000-ലേക്ക് ക്രമീകരിച്ചെങ്കിലും അത് പിന്നീട് എക്സിക്യൂട്ടീവ് ഓഫീസറും സ്പെഷ്യൽ കമ്മീഷണറും പോലീസ് അധികൃതരും കൂടെ ചേർന്ന് ആലോചിച്ച് കൂട്ടായ തീരുമാനം എടുക്കാനാണ് പറഞ്ഞത്. അതനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുവാദത്തോടുകൂടി തന്നെ ബഹുമാനപ്പെട്ട DGP പറഞ്ഞതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാം. അത് ആ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ പ്രശ്നം അതല്ല. അങ്ങനെ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്നത് ഇവിടുത്തെ തിരക്കിനനുസൃതമായിട്ടാണ്. അപ്പം അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ പൊതുജനങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി അത് സ്വീകരിക്കാനും എല്ലാവർക്കും ദർശനം കിട്ടണം എന്നുള്ള നിർബന്ധ ബുദ്ധി വേണം എന്നുള്ളതാണ്. വേറൊരു കാര്യം, നമ്മൾ കൃത്യമായി ഈ ഒരേ തരത്തിലുള്ള സേനാവിന്യാസമാണ് നടത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുമ്പ് കാലത്ത് ഈ വെർച്വൽ ക്യൂ പാസുകളൊക്കെ നിലവിൽ വരുന്നതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ വരുന്ന ദിവസങ്ങളും കുറച്ച് ആൾക്കാർ വരുന്നത് 10,000 പേര് വരുന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ 2 ലക്ഷത്തിനടുത്ത് ആൾക്കാർ വന്നിട്ടുള്ള ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ വെർച്വൽ ക്യൂ പാസുകൾ പ്രകാരം ക്രമീകരിച്ചതിന് ശേഷം നമുക്കുണ്ടായിട്ടുള്ളൊരു സൗകര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഏകദേശം ഒരുപോലെയാണ് ആൾക്കാർ വരുന്നത്. അതിനകത്തൊരു 10,000-നും 20,000-ൻ്റെ ഏറ്റക്കുറച്ചിൽ മാക്സിമം ചില ദിവസങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളതല്ലാതെ ഒരുപാട് വ്യതിയാനങ്ങൾ വരുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ അവർക്ക് കൊടുക്കേണ്ടി വരുന്ന സൗകര്യങ്ങളും നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒരേ തരത്തിലുള്ള സേനാവിന്യാസമാണ് ഇത്തവണ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്രമീകരിക്കുന്ന നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ച് കൊണ്ട് ഭക്തർ വന്നാൽ നമ്മൾ വേറൊരു പ്രശ്നം അഭിമുഖീകരിക്കാൻ തോന്നുന്നില്ല. കഴിഞ്ഞ വർഷം ഈ സമയം 21 ലക്ഷം ഭക്തരാണ് ശബരിമലയിലെത്തിയത്. എന്നാൽ ഇത്തവണ അത് 25 ലക്ഷം പിന്നിട്ടു. ആദ്യ ദിവസങ്ങളിൽ വലിയ തിരക്ക് വന്നെങ്കിലും അത് പരിഹരിക്കാൻ സാധിക്കുകയായിരുന്നു. വെർച്വൽ ക്യൂ പാസ് അനുവദിക്കുന്ന ദിവസം തന്നെ ഭക്തർ പലരും എത്താതിരിക്കുന്നതിനാൽ ആണ് പ്രതിസന്ധി ആദ്യമുണ്ടായത്. പാസ് അനുസരിച്ച് അതേ ദിവസം തന്നെ ഭക്തർ എത്തിയാൽ എല്ലാവർക്കും ദർശനത്തിന് സമയം ലഭിക്കുമെന്ന വ്യക്തമായ സന്ദേശം പോലീസ് അധികൃതർക്ക് നൽകാനായി. ക്രമം തെറ്റിച്ചെത്തിക്കുന്ന ഭക്തർ അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് കാത്തു നിൽക്കാൻ തയ്യാറാകണമെന്നും ADGP വീണ്ടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്.